കർത്താവിൽ പ്രിയ കൂട്ടുകാരെ, മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സഭയുടെ ആരാധന ക്രമത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് അനുവാദം ചോദിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ മണിക്കൂറിനെ പ്രത്യേകമായിട്ടും നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന വിഷയത്തെ പ്രത്യേകം ഈശോയെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്നോടൊപ്പമായിരുന്ന് പഠിക്കുവാനും ഈ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മലങ്കര സഭയുടെ ആരാധനാ ക്രമത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. അല്പം ഹിസ്റ്റോറിക്കലാണ്. നമ്മൾ വളരെ കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനാ ക്രമത്തിൻ്റെ ആ ഒരു പാരമ്പര്യം നമുക്ക് എത്രത്തോളം ശക്തമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. 24 സഭകൾ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ആരാധനാ ക്രമങ്ങളുണ്ട്. ഈ 24 സഭയ്ക്കും 24 തരത്തിലുള്ള ആരാധനാ ക്രമങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ആരാധനാ ക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റോം കേന്ദ്രീകരിച്ച് ലത്തീൻ ആരാധനാ ക്രമ പാരമ്പര്യവും, കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് ഗ്രീക്ക് ആരാധന പൈതൃകവും, സെലൂഷ്യ, സ്റ്റെസിഫോൺ, പേർഷ്യ, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സുറിയാനി ആരാധന ക്രമ പാരമ്പര്യവും വളർന്നു വന്നു. അപ്പോൾ 3 തരത്തിലുള്ള ആരാധനാ ക്രമങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കറിയാവുന്ന ലത്തീൻ കത്തോലിക്ക, അതാ റോം കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഒരു ആരാധനാ ക്രമമാണ്. അതാണ് റോം കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ലത്തീൻ ആരാധനാക്രമം. രണ്ടാമത് കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് വന്ന ഗ്രീക്ക് ആരാധനാക്രമമുണ്ട്. അതിനെക്കുറിച്ച് ഗ്രീക്ക് ആരാധന നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ആരാധനാക്രമവും വളർന്നു വന്നിട്ടുണ്ട്. പിന്നീട് ഈ പേർഷ്യ രാജ്യങ്ങളെല്ലാം കൂടെ, അതായത് ഈ സെലൂഷ്യ, മെസപ്പൊട്ടോമിയ, സ്റ്റെസിഫോൺ, അന്ത്യോക്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്ത്യോക്യൻ ആരാധനാക്രമവും വളർന്നു വന്നു. ലത്തീൻ ഗ്രീക്ക് പാരമ്പര്യങ്ങൾ റോമ സാമ്രാജ്യത്തിലും സുറിയാനി പാരമ്പര്യം പേർഷ്യൻ സാമ്രാജ്യത്തിലുമാണ് വളർന്നു വന്നത്. അപ്പോൾ ആ കാര്യങ്ങളോടെ മനസ്സിലാക്കണം. ലത്തീൻ ഗ്രീക്ക് ആരാധനാക്രമങ്ങൾ വളർന്നു വന്നത് റോം കേന്ദ്രീകരിച്ചാണ്. പക്ഷേ അന്ത്യോക്യൻ ആരാധനാക്രമം, അതായത് സുറിയാനി ആരാധനാക്രമം വളർന്നു വന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. കാലക്രമത്തിൽ 6 ആരാധന രീതികൾ സഭയിൽ വളർന്നു വന്നു. 6 തരത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിയുന്തോറും 6 തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ സഭയിൽ വളർന്നു വന്നിട്ടുണ്ട്. റോമ സാമ്രാജ്യത്തെ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും 2ആയിട്ട് തിരിച്ചിരുന്നു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിലാണ് ലത്തീൻ ആരാധനാക്രമം വളർന്നു വന്നത്. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും വളർന്നു വന്നു. അതായത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ, ഈ 2 തരത്തിലാണ് ഇതിനെ തരംതിരിക്കുന്നത്. അപ്പോൾ ലത്തീൻ ആരാധനാക്രമം വളർന്നു വന്നത് വെസ്റ്റേൺ സാമ്രാജ്യത്തിലാണ്. അപ്പോൾ അതിനുശേഷം പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ വളർന്നു വന്നതാണ് അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ, ബൈസന്റൈൻ എന്നീ ആരാധനാക്രമങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളർന്നു വന്ന കൽദായ സുറിയാനി ആരാധനാക്രമവും. അപ്പോൾ അങ്ങനെ മൊത്തം കൂടെ 6 ആരാധനാക്രമങ്ങൾ. ലത്തീൻ റോം കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ലത്തീൻ ആരാധനാക്രമം അത് പാശ്ചാത്യമാണ്. പൗരസ്ത്യ സഭയിൽ വളർന്നു വന്ന 5 എണ്ണം: അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ, ബൈസന്റൈൻ, അതിനുശേഷം കൽദായ സുറിയാനി ആരാധനാക്രമം പേർഷ്യൻ സാമ്രാജ്യത്തിൽ വന്ന
കൽദായ സുറിയാനി ആരാധനാക്രമം. ഇത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ന് സഭയിലുള്ള എല്ലാ ആരാധനാ രീതികളും ഈ 6 ആരാധനാ രീതികളുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ 6 ആരാധനാ രീതികളിൽ നിന്ന് വളർന്നു വന്നതാണ്. ഭാരത കത്തോലിക്കാ സഭയിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 3 ആരാധനാ ക്രമങ്ങളാണ് ഉള്ളത്. ഒന്ന് ലത്തീൻ ആരാധനാക്രമം, അതായത് നമ്മൾ പറയത്തില്ലേ ലത്തീൻ പള്ളിക്കാർ, RCക്കാർ, റോമൻ കാത്തലിക്സ് എന്നൊക്കെ പറയുന്ന ലത്തീൻ ആരാധനാക്രമം ഫോളോ ചെയ്യുന്നവർ. അതിനുശേഷം അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൽദായ സുറിയാനി ആരാധനാക്രമം ഫോളോ ചെയ്യുന്ന നമ്മുടെ സീറോ മലബാറുകാർ. അവർ ഫോളോ ചെയ്യുന്നത് കൽദായ സുറിയാനി ആരാധനാക്രമമാണ്. മലങ്കര കത്തോലിക്ക സഭയിലുള്ള നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നത് അന്ത്യോക്യൻ ആരാധനാക്രമമാണ്. അപ്പോൾ 3 റീത്തുകൾ ഇന്ത്യയിലുള്ളപ്പോൾ 3 തരത്തിലുള്ള ആരാധനാക്രമങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ലത്തീൻകാർ ലത്തീൻ ആരാധനാക്രമം, സീറോ മലബാറുകാർ കൽദായ സുറിയാനി ആരാധനാക്രമം, അതുപോലെ തന്നെ നമ്മൾ സീറോ മലങ്കരക്കാർ ഫോളോ ചെയ്യുന്നത് നമ്മുടെ അന്ത്യോക്യൻ ആരാധനാക്രമം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. അതെത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ അന്ത്യോക്യൻ ആരാധനാക്രമമാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് അന്ത്യോക്യൻ ആരാധനാക്രമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭാരതത്തിലെ മലങ്കര കത്തോലിക്ക സഭ, അതായത് നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നത് ഈ അന്ത്യോക്യൻ ആരാധനാക്രമമാണ്. ഈ ആരാധനാക്രമത്തിൻ്റെ ഉത്ഭവം ജെറുസലേമിലാണ്. ജെറുസലേമിൽ ആരംഭിച്ച ആരാധനാക്രമമാണ്. പക്ഷേ AD 70 ജെറുസലേം തകർക്കപ്പെട്ടപ്പോൾ ഈ ആരാധനാക്രമം അന്ത്യോക്യയിൽ വളരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരാധനാക്രമത്തിന് അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന പേര് ലഭിച്ചത്. ഈ അന്ത്യോക്യയിൽ പിന്നീട് ഇത് ഒത്തിരിയേറെ വളരുകയും അവിടുത്തെ രീതികളനുസരിച്ച് ഈ ആരാധനാക്രമം വളർന്നു വന്നു. അപ്പോൾ ഇന്ന് ഈ ആരാധനാക്രമം ഉപയോഗിക്കുന്ന അന്ത്യോക്യയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്, അതുപോലെ തന്നെ സിറിയൻ കത്തോലിക്ക സഭയുണ്ട്, മലങ്കര യാക്കോബായ സഭയുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭയുണ്ട്, മലങ്കര മാർത്തോമാ സഭയുണ്ട്, സുറിയാനി സഭയുണ്ട്, അതുപോലെ തന്നെ തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭയുണ്ട്, അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭ. ഇത്രയും സഭകൾ ഈ അന്ത്യോക്യൻ ആരാധനാക്രമമാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നുകൂടെ പറയാം. ജെറുസലേമിൽ ആരംഭിച്ച അന്ത്യോക്യൻ ആരാധനാക്രമം അന്ത്യോക്യയിലേക്ക് മാറി, അതിനുശേഷം അവിടെ വളർന്നു വന്നു. AD 70 ജെറുസലേം തകർക്കപ്പെട്ടപ്പോൾ അന്ത്യോക്യയിൽ വളർന്നു വന്നു. ഈ ആരാധനാക്രമങ്ങൾ ഉപയോഗിക്കുന്ന സഭകൾ സിറിയൻ കത്തോലിക്ക സഭ, സിറിയൻ ഓർത്തഡോക്സ് സഭ, മലങ്കര യാക്കോബായ സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ, മാർത്തോമാ സഭ, മലങ്കര കത്തോലിക്ക സഭ. 1653 ശേഷം സഭ രണ്ടായിട്ട്, കൂനൻകുരിശ് സത്യത്തോടുകൂടെ സഭ രണ്ടായിട്ട് പിളരുന്നുണ്ട്. പുത്തൻകൂർ എന്നും പഴയകൂർ എന്നും. അതിൽ പുത്തൻകൂറ്റുകാരാണ് ഈ അന്ത്യോക്യൻ ആരാധനാക്രമം കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് നമ്മൾ കണ്ടു. ഇനിയും ഇതിൻ്റെ പ്രത്യേക സവിശേഷതകൾ എന്ന് പറയുന്നത്, അന്ത്യോക്യൻ ആരാധനാക്രമത്തിന് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം എന്നും ഒരു പേരുണ്ട്. പുരാതന സിറിയയുടെ തലസ്ഥാനമായ അന്ത്യോക്യ കേന്ദ്രീകരിച്ചാണ് ഈ ആരാധനാക്രമം രൂപീകരിച്ചത്. ഇതിനകത്ത് പ്രധാനമായിട്ടും യാക്കോബിൻ്റെ അനാഫറ എന്നറിയപ്പെടുന്ന ജെറുസലേമിലെ വിശിഷ്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുർബാന തക്സയാണ് ഈ അന്ത്യോക്യൻ ആരാധന ക്രിസ്തീയ സമൂഹം സ്വീകരിച്ചത്. 3-ാം നൂറ്റാണ്ടോടുകൂടി സ്വന്തമായ ആരാധന രീതി ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഇത് സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് സുറിയാനി ഭാഷയിലേക്ക് ഈ ആരാധനാക്രമം വളർന്നു വന്നു. 1653 ശേഷം ഭാരതത്തിലെ പുത്തൻകൂറ്റുകാർ
ഈ ആരാധനാക്രമം ഉപയോഗിച്ച് തുടങ്ങി. അത്രയുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം എന്ന് ഇതിനൊരു പേരുണ്ട്. യാക്കോബിൻ്റെ അന്നാഫറ എന്ന് പറയുന്ന വിശിഷ്ടമായ ഒരു കുർബാന തക്സായാണ് ഇത് രൂപീകരിക്കുന്നതിന് ഇടയായത്. അതിനുശേഷം ഇത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു. 1653 ശേഷം ഭാരതത്തിലെ പുത്തൻകൂറ്റുകാർ ഇത് ഉപയോഗിച്ചു തുടങ്ങി. ഇത്രയുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. ഇനിയും ഈ ആരാധനാക്രമത്തിന് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള, വിശുദ്ധ ബൈബിളിനോടുള്ള ഒരു ആഭിമുഖ്യം അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ജെറുസലേമിൽ ഉത്ഭവിച്ച ഈ ആരാധനാക്രമത്തിൻ്റെ പശ്ചാത്തലം യഹൂദ ക്രിസ്ത്യാനികളുടേതാണ്. അതായത് യഹൂദ ആചാരങ്ങളും അടയാളങ്ങളും ഈ ആരാധനാക്രമത്തിൽ ശക്തമായിട്ടും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂദാശകളും നമ്മളുടെ പ്രാർത്ഥനകളുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, എപ്പോഴും പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ആരാധനാ രീതികളെല്ലാം. പഴയ നിയമ ബലികളുടെയും കാഴ്ചകളുടെയും പൂർത്തീകരണം യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൽ നിറവേറി. അപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണമാണ് ഈ ആരാധന രീതിയിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പഴയ നിയമവും പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി ആരാധനാക്രമത്തിൻ്റെ ഗീതങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ സഭാപിതാക്കന്മാർ തയ്യാറാക്കി. അപ്പോൾ ഈ ആരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും എല്ലാം ഈ നമ്മുടെ പരിശുദ്ധ ബൈബിളുമായിട്ട്, പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പ്രാർത്ഥനകളും ഈ സംഭവങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. യഹൂദ ക്രിസ്ത്യാനികളുടെ പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ഈ പഴയ നിയമ സംഭവങ്ങളും പുതിയ നിയമങ്ങളും ചേർത്ത് ഇത് രൂപീകരിക്കുവാൻ ഇടയായത്. ഇനിയും ഇതിൻ്റെ രഹസ്യാത്മകതയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ കൂടുതലും രഹസ്യാത്മകതയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്ക് ദൈവം കൊടുക്കുന്ന ദർശനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് സെറാഫുകൾ 2 ചിറകുകൊണ്ട് കൈയും 2 ചിറകുകൊണ്ട് കാലും 2 ചിറകുകൊണ്ട് മുഖവും മൂടി പരിശുദ്ധനായവൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് മാലാഖമാർക്ക് പോലും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഈ ഒരു പരിശുദ്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രഹസ്യാത്മകത ഇതിനകത്ത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് അന്ത്യോക്യൻ ക്രമത്തിൽ വിശുദ്ധ രഹസ്യം, ഹോളി മിസ്റ്ററി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത, കഴിയാത്ത ഒരു വിശുദ്ധ കുർബാനയുടെ അന്തസത്തയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ അടയാളങ്ങളിലൂടെ, രഹസ്യങ്ങളിലൂടെ ഒക്കെ നമുക്കത് വെളിപ്പെടുത്തുവാൻ സഭ പരിശ്രമിക്കുകയാണ്. മാലാഖമാർ പോലും വിറയ്ക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മളുടെ പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്, അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു. അപ്പോൾ ഈ പാട്ട് അതിനകത്ത് പറയുന്നതാണ്, അഗ്നിമയന്മാർ അവനെ നോക്കിയിട്ട് വിറയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് പോലും, അഗ്നി ധരിച്ചിരിക്കുന്ന മാലാഖമാർക്ക് പോലും ഈശോയുടെ അടുത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും അങ്ങനെ ഇരിക്കുന്ന ആ പരിശുദ്ധനെയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ശക്തിക്കും കണ്ണുകൾക്കും ബുദ്ധിക്കും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു രഹസ്യാത്മകതയാണ്. ഈ രഹസ്യാത്മകതയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ദേവാലയങ്ങളിൽ നമ്മൾ ഈ മദ്ബഹായെയും ഹൈക്കലായെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് മറ ഇട്ടിരിക്കുന്നു. അപ്പോൾ മറയ്ക്കുള്ളിലെ പ്രാർത്ഥനയുണ്ട്, മറ വലിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പരിശുദ്ധ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഒരിക്കൽ പോലും ആൾക്കാരെ കാണിക്കുകയില്ല, എപ്പോഴും അത് മൂടി വച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മൾ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ പോലും അത് കബലാന കൊണ്ട് മൂടി നമ്മൾ അതിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. അപ്പോൾ അത്രയും രഹസ്യാത്മകത ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കാണും, അരുളിക്കായിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലൂടെ ഒരു നെറ്റ് ഇടും,
അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ദൈവത്തെ നേരിട്ട് ദർശിക്കുവാൻ സാധിക്കാത്ത ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ രഹസ്യാത്മകത ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ല ഇത്രയും പരിശുദ്ധിയുള്ളതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മളുടെ ഈ ആരാധനാക്രമത്തിൽ എപ്പോഴും ഒരു രഹസ്യാത്മകത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും അടുത്തതായിട്ട് അടയാളങ്ങൾ. സാധാരണയായി വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ പൂർണ്ണമായും സാധ്യമല്ലാത്ത ദൈവിക കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് അടയാളങ്ങൾ. അത് നമ്മൾ അടയാളങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ട് പരിപൂർണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ദൈവീക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് അടയാളങ്ങൾ. മറ്റ് ആരാധനാക്രമങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ അനേകം അടയാളങ്ങളും നമുക്ക് പലതരത്തിലുള്ള അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് നമ്മുടെ ഉയർപ്പിന് ശേഷം 40 ദിവസം നമ്മുടെ ദേവാലയത്തിൻ്റെ മദ്ബഹായ്ക്കകത്ത് ഗോകുൽത്തായിൽ ചുമന്ന തുണി വിരിച്ചിട്ട് നമ്മൾ മദ്ബഹായ്ക്കകത്ത് ഗോകുൽത്തായിൽ ചുമന്ന തുണി ഇട്ട് വെക്കും, ഈശോയുടെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പകുതി നോമ്പിന് ദേവാലയത്തിൻ്റെ നടുവിൽ നമ്മൾ വിശുദ്ധ ഗോകുൽത്ത നമ്മൾ സ്ഥാപിക്കും. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസിന് തീയൊഴിച്ച ശുശ്രൂഷ, ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾ, ദുഃഖവെള്ളിയാഴ്ചയുടെ കുരിശ് കബറടക്കുന്ന ശുശ്രൂഷ, ഇതെല്ലാം ചില അടയാളങ്ങളാണ്. ഈശോയുടെ കബറടക്കത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുരിശ് കബറടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അടയാളങ്ങളിലൂടെയൊക്കെ കർത്താവിൻ്റെ ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അടയാളങ്ങളിലൂടെ, ആരാധനാക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരാധനയിലെ പ്രബോധനം, പഠിപ്പിക്കലുകൾ. നമ്മുടെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഗാനങ്ങളിലൂടെയും വിശ്വാസികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആരാധനാക്രമത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരാധനയിൽ എല്ലാ പ്രാർത്ഥനകളും, ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും പ്രമേയോൻ സദറ എന്ന് പറയുന്ന 2 പ്രാർത്ഥനകളുണ്ട്. ആ പ്രമേയോൻ സദറ പ്രാർത്ഥനകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓരോ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് നമുക്ക് 7 കാലങ്ങളുണ്ട്. ഈ 7 കാലങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും അനുയോജ്യമായിട്ടുള്ള പ്രാർത്ഥനകളാണ് അതിലൂടെ നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് പഠിപ്പിക്കുകയാണ്, വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. കർത്താവിൻ്റെ രഹസ്യാത്മകതയെക്കുറിച്ച് നമ്മളുടെ ദൈവശാസ്ത്രവും ഒക്കെ അതിനകത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യഹൂദ പ്രാർത്ഥനകളുടെ പ്രത്യേകതയാണ്. അവർ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ പെസഹ അനുഷ്ഠിക്കണം. അപ്പോൾ അന്ന് ഇറങ്ങിയതിൻ്റെ അനുസ്മരണമാണ്, നന്ദിയാണ് അവർ ഓരോ വർഷത്തെയും പെസഹ അനുഷ്ഠാനത്തിലൂടെ അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതേ സംഭവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി രക്ഷാകര സംഭവങ്ങളെ കൂടെ ഓർക്കുകയും അതിനെപ്രതി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രൈസ്തവ ആരാധനയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൽ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് പഴയ കാര്യങ്ങളെ, രക്ഷകൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവന് നന്ദി പറയുവാനും അവന് നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനുമൊക്കെ ഈ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തെ പ്രബോധനം. പ്രമേയോൻ സദറ പ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനകളും നമ്മുടെ ഗീതങ്ങളും ഒക്കെ വിശ്വാസികളെ ഈ രക്ഷാകര രഹസ്യങ്ങളെ, ദൈവത്തിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനും നന്ദി പറയുന്നതിനുമൊക്കെ ഇടയാക്കുന്ന സംഭവങ്ങളാണ്. ഇനിയും ആരാധനാ ഗീതങ്ങളും സംഗീതവും, നമ്മുടെ ആരാധനാക്രമത്തിന് ഒരു ഗാന രൂപത്തിലാണ് നമ്മൾ ഇതെല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചെല്ലുന്നത്. സാധാരണ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ബൈബിൾ എടുത്ത് തന്നാൽ നമ്മൾ
നമ്മുടെ ട്യൂൺ മാറും. നമ്മൾ ബൈബിൾ വായിക്കുന്നത് ഒരു ഗാന രൂപത്തിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ആരാധനാക്രമം, അന്ത്യോക്യൻ ആരാധനാക്രമം സംഗീതാത്മകമാണ്. അതിനകത്ത് സംഗീതത്തിനൊരു വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ യാമപ്രാർത്ഥനകൾക്കും എല്ലാ കൂദാശകളിലുമൊക്കെ നമുക്ക് ഗാനങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ഞായറാഴ്ച ദിവസം പ്രഭാത പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂദാശകളിൽ, നമ്മുടെ വീട് കൂദാശയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രാർത്ഥനകളാണെങ്കിലും, ക്രിസ്മസിൻ്റെ ശുശ്രൂഷകൾ, ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾ, ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ, ഇതിനെല്ലാം ഗാന രൂപത്തിൽ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെല്ലുന്നത് സംഗീതാത്മക രീതിയിലാണ്. ഇതിനൊരു കാവ്യ ഭംഗിയും സംഗീതാത്മകമല്ലാത്ത ഒരു പ്രാർത്ഥനയും ഈ ആരാധനാക്രമത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ക്രമീകരിക്കുന്നത്. അതായത് നമ്മൾ പാടുമ്പോൾ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്ത്യോക്യൻ ആരാധന ഗീതങ്ങൾ പ്രധാനമായിട്ടും രചിച്ചിട്ടുള്ളത് മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ബാലായി എന്ന 3 സഭാപിതാക്കന്മാരാണ്. 3 പേരാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ ഗാനങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. മാർ അപ്രേം, നിങ്ങളൊരു പക്ഷേ ഈ പുസ്തകങ്ങളിലൊക്കെ കണ്ടു കാണും, മാർ അപ്രേമിൻ്റെ ബോവൂസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ കാണും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ബാലായി എന്ന 3 സഭാപിതാക്കന്മാരാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ആരാധന ഗീതങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ഇനിയും ഇത് ഒരു ആത്മീയ അനുഭൂതി പകരുവാനുള്ള പ്രത്യേകതയുണ്ട്. സുറിയാനി ഗീതങ്ങൾ, അതായത് നമ്മുടെ ഈ ആരാധനക്രമത്തിലെ ഗീതങ്ങൾക്ക് 8 രാഗങ്ങളുണ്ട്. 8 രാഗങ്ങളുണ്ട്. നമ്മുടെ ഏത് പാട്ടുകളും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാട്ടുകളും ഈ 8 രാഗത്തിൽ നമുക്ക് പാടുവാൻ സാധിക്കും. നമ്മുടെ ക്രമങ്ങളിലെ പാട്ടുകൾക്ക് എല്ലാം 8 രാഗങ്ങളുണ്ട്. ഏത് പാട്ടെടുത്താലും ഈ 8 രാഗങ്ങളിൽ നമുക്ക് പാടുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ വെറുതെ ചൊല്ലുന്ന, അതായത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനകളും നമുക്കില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു താളവും ഒരു രാഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ചെല്ലുമ്പോൾ നമുക്കൊരു ആത്മീയ അനുഭൂതി നമ്മൾക്ക് ലഭ്യമാകും. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പാട്ട് രൂപത്തിൽ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ധൂപാർപ്പണം. അതായത് യഹൂദ സംസ്കാരത്തിൻ്റെയും പഴയ നിയമ പശ്ചാത്തലത്തിൻ്റെയും സ്വാധീനം ഏറെയുള്ള അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം എല്ലാ ആരാധന ശുശ്രൂഷകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ആദ്യം മുതൽ അവസാനം വരെയും ധൂപാർപ്പണമുണ്ട്, അല്ലേ? നമ്മളുടെ ഏത് പ്രാർത്ഥനകളിലും പ്രൊമിയോൻ സദറ വായിക്കുന്ന, അതായത് നമ്മുടെ യാമപ്രാർത്ഥനകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, കൂദാശ അനുകരണങ്ങളിലൊക്കെ എവിടെയൊക്കെ പ്രൊമിയോൻ സദറ വായിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ധൂപം അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ സഭയുടെ ഒരു പാരമ്പര്യമാണ്. ഈ ധൂപാർപ്പണം പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ധൂപാർപ്പണം വഴി ആരാധനാ സമൂഹം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ആരാധന സമൂഹത്തെ മുഴുവൻ ഈ ധൂപാർപ്പണം വഴി വിശുദ്ധീകരിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്നും ദൈവ സന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളെ ഇത് സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ആദരിക്കുന്നതിൻ്റെ, ബഹുമാനിക്കുന്നതിൻ്റെ സൂചനയായിട്ടും ഈ ധൂപാർപ്പണത്തെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 3 തരത്തിൽ ഈ ധൂപാർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും ഈ ആരാധനാക്രമം എന്ന് പറയുന്നത് രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണമാണ്. നമ്മളുടെ അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് പറയുന്നത് രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തോട് ഈ ആരാധനയ്ക്കൊരു പ്രത്യേക ആഭിമുഖ്യമുണ്ട്. വിശുദ്ധ കുർബാന മുഴുവനും രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണമാണ്. അതായത് പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുവിൻ്റെ 2ാമത്തെ ആഗമനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമ സംഭവങ്ങൾ, രക്ഷകൻ്റെ ജനനം, അവൻ്റെ സ്നാനം, പരസ്യജീവിതം, പീഡാനുഭവം, കുരിശുമരണം, കബറടക്കം, ഉദ്ധാനം, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള
വാഴ്ച, രണ്ടാമത്തെ വരവ്, ഇതെല്ലാം നമ്മുടെ ഈ ആരാധനാക്രമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനിയും തൃത്വസ്തുതി ഈ ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മളുടെ ഈ ആരാധനാക്രമത്തിൽ ഏത് പ്രാർത്ഥനകൾ തുടങ്ങിയാലും നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് നമ്മൾ ഏത് പ്രാർത്ഥനകളും നമ്മൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് നമ്മൾ ഈ ശുഭഹോ ലാബോ ലബ്രോ വൽ റൂഹോ കാദീശോ എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ പറയുന്ന തൃത്വസ്തുതികളാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ തൃത്വസ്തുതികളിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളെല്ലാം അവസാനിപ്പിക്കുന്നത് തൃത്വ സ്തുതിയോടുകൂടിയാണ്. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അപ്പോൾ ഇതെല്ലാം തൃത്വ സ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. രക്ഷാകര കർമ്മത്തിലെ തൃത്വത്തിലെ മൂന്ന് വ്യക്തികളുടെ പ്രവർത്തനം ആരാധനാക്രമത്തിലൂടെ എപ്പോഴും നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ആദരവ്. നമ്മുടെ ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധ ദൈവമാതാവിനോട് പ്രത്യേക ആദരവ് നമ്മളുടെ ഈ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ദൈവമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗീതങ്ങളും പ്രാർത്ഥനകളും ഈ ആരാധനാക്രമത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കൗമ പ്രാർത്ഥന അവസാനിക്കുന്നത് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും അവസാനത്ത് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള കുക്കിലിയോൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെല്ലാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പെരുന്നാളുകളിലും യാമപ്രാർത്ഥനകളിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തോത്രഗീതം നമ്മൾ ചൊല്ലുന്നുണ്ട്. അതായത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മറിയം പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം അത് നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ പരിശുദ്ധ കന്യക മറിയാമിനെ അനുസ്മരിച്ചുകൊണ്ട്. രക്ഷകൻ്റെ അമ്മ എന്ന നിലയിൽ ദൈവമാതാവിന് ഒരു പ്രത്യേക സ്ഥാനം നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നമ്മൾ ഈ അന്ത്യോക്യൻ ആരാധനാക്രമങ്ങളിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭയഭക്തി ബഹുമാനം. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. അതായത് യെശയ്യാ പ്രവാചകനുണ്ടായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അത്ഭുതവും ഭയവും ബഹുമാനവും നമ്മുടെ ഈ ആരാധനയിൽ ഉടനീളം നിറഞ്ഞു നിൽപ്പുണ്ട്. അതായത് നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, അല്ലേ? ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ അതിനകത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ മദ്ബഹായിലെ ശുശ്രൂഷകരെ മാലാഖമാരായിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മുടെ അന്ത്യോക്യൻ ആരാധനാക്രമം അനുസരിച്ച് മാലാഖമാർക്കടുത്ത ജോലിയാണ് ശുശ്രൂഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാലാഖമാരുടെ ചിത്രമുള്ള മർബഹസ മാലാഖമാരുടെ സ്തുതിഗീതത്തെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മദ്ബഹായിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ മാലാഖമാർ ഭയത്തോടും വിറയലോടും കൂടെയാണ് നിൽക്കുന്നത് എന്നും ആരാധന നമ്മളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുവാൻ ഈ ആരാധനാക്രമം വിശ്വാസികളെ ഒരുക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകതകൾ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ഒരു അന്ത്യോക്യൻ ആരാധനാക്രമം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ജീവിച്ചു വരുന്ന ഈ ഒരു ആരാധനാക്രമം ഇത് എത്രയും ശ്രേഷ്ഠവും എത്രയും നമുക്ക് ഉചിതവുമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ, യാമപ്രാർത്ഥനകളിലും കൂദാശകളിലും പരിശുദ്ധ കുർബാനയിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ, പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനകത്ത് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. ഈ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളുമൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഈ പാഠം നന്നായിട്ട് വായിച്ച് ഇത് ബാക്കിയുള്ളതും കൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയ അസൈൻമെൻറ്റ്, അതായത് നിങ്ങൾ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ ഒന്ന് സംബന്ധിക്കുക.
അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥനകളിൽ എല്ലാം ശ്രദ്ധിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഇതിനകത്ത് പല ഹെഡിങ് ഉണ്ട്, ഏകദേശം 12ഓളം ഹെഡിങ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഓരോ ഹെഡിങ്സിനും നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ എവിടെയൊക്കെയാണ് ഈ ഹെഡിങ്സിന് അനുയോജ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ഇതിനകത്ത് യോജിച്ചു വരുന്നത് എന്ന് ഒന്ന് കണ്ടെത്താൻ പരിശ്രമിച്ച് അതൊന്ന് മനസ്സിലാക്കാൻ. ഇപ്പം പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെയൊക്കെ ടി വികളിലൂടെയൊക്കെ മലങ്കര കുർബാനയുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ട് മനസ്സിലാക്കി പരിശുദ്ധ കുർബാന ആഴത്തിൽ മനസ്സിലാക്കുവാൻ, അതിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ ഓരോ ഹെഡിങ്ങിലും വരുന്ന പരിശുദ്ധ കുർബാനയുടെ സംഭവങ്ങൾ, ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ബഹുമാനപ്പെട്ട അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്മളിത് എഴുതി അങ്ങ് വെക്കത്തേ ഉള്ളൂ, ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഈ പാഠത്തിൽ നിന്നും കണ്ടെത്തി പഠിക്കുവാനും പരിശ്രമിക്കുക. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.